ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 3 ഗസ്റ്റാണ്. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആൾറെഡി ഫ്രണ്ട്സാണ്. പോരാത്തതിന് ഇവർ എൻട്രിയിൽ കോഡിംഗ് കോഴ്സ് പഠിച്ചിട്ട് ഇവരൊരു കമ്പനി പ്ലേസ്ഡ് ആയി, അതും ഒരു ടീമിൽ തന്നെ. മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീൽഡിൽ നിന്ന് നമുക്ക് കോഡിംഗ് ഫീൽഡിലേക്ക് വരും, നമുക്ക് വേറെയുള്ള ഫീൽഡിലേക്ക് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, പൈത്തൺ പഠിക്കുന്നുണ്ട്. സ്വന്തം ഒരു എൻട്രിയിൽ എനിക്ക് ആഴം കോഴ്സ് കിട്ടിയിട്ടുണ്ട്. വളരെയധികം ഇൻഫർമേഷൻ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ടൈം കണ്ടെത്തി പഠിക്കാമെന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എൻ്റെ മെൻറ്ററാണെങ്കിലും രാത്രിക്കാണെങ്കിൽ രാത്രി ഏത് ടൈമിലും നമുക്ക് കാര്യം ക്ലിയർ ചെയ്ത് തരും. AIs വന്നാൽ നമുക്കത് കുറച്ചുകൂടി ഈസി ആക്കാവുന്നതല്ലേ. കോഡിങ് അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് AI തന്നെ കോഡ് ഫുള്ളി കറക്റ്റ് ആവണമെന്നില്ല. വെൽക്കം ടു ദ ഷോ. അപ്പം നിങ്ങളിപ്പം ഒരു IT ഫീൽഡിൽ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടുകാരാണ്. ഇപ്പോൾ ഒരുമിച്ച് ഒരു കമ്പനിയിൽ ഒരു ടീമിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നിങ്ങളുടെ TLs ഉണ്ട്, അവരുടെ ഒരു ബിഹേവിയർ. ഇപ്പോൾ നമ്മളിപ്പം കോളേജിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ആ ഒരു വൈബ് നിൽക്കുക, പ്ലസ് മെൻറ്റേഴ്സ് എൻട്രിയിൽ വന്നു, അവരും ഭയങ്കര ഫ്രണ്ട്ലി. അപ്പോൾ ഒരു പക്ക കോർപ്പറേറ്റിൽ കയറിയപ്പം എങ്ങനെയുണ്ട്? ടീമായിട്ട് വർക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു പൊതുവേ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു അറിവില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഇനീഷ്യലി ഒരു അസസ്മെൻറ്റ് തന്നിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ അങ്ങനെയാണ് തുടക്കം വരുന്നത്. പിന്നെ ഒരു ടീം ലീഡിനെ കിട്ടി, നന്ദു സാറാണ് കുറേ കാര്യങ്ങൾ അറിയാൻ മേലാത്ത, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ അറിയാൻ മേലാത്ത കാര്യങ്ങൾ ടീം ലീഡാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ അറിവ് കിട്ടി, ടീമായിട്ട് വർക്ക് ചെയ്യാൻ പഠിച്ചു. അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡെവലപ്പ് ചെയ്യാൻ പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ടോ? അതെ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. എപ്പോഴും കോൺടാക്ട് ചെയ്യാനുള്ളൊരു സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ടീമായിട്ട് വർക്ക് ചെയ്തു? ഫസ്റ്റ് ടൈം ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ വിജയ് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഫസ്റ്റ് മെഷീൻ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ടൈം വന്നിട്ടുണ്ടെന്ന് പഠിച്ച്, നമ്മൾ ഫ്രഷറാണല്ലോ, ഒരു ചെറിയൊരു ടൈം വന്നു, അതിനുള്ളിൽ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇതുവരെ നിങ്ങൾ സ്വന്തമായിട്ട്. അതെ, നമ്മൾ ഈ പഠിച്ചു എന്നേ ഉള്ളൂ. പഠിച്ച അതുപോലെ കുറച്ച് 100 days പോലെ കുറേ പ്രൊഡക്റ്റ് ചെയ്തു, ഓരോ പ്രൊജക്റ്റുകൾ ചെയ്തു. ആ ഒരു ലൈവ് പ്രൊജക്റ്റ് ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ ഈ പഠിച്ചതായിരിക്കില്ല അവിടെ ചെയ്യുക, പല ടെക്നോളജി യൂസ് ചെയ്യും അതുപോലെ. അപ്പോൾ എനിക്ക് ഓൾറെഡി ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ കമ്പനി സിയോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതൊന്ന് വിഷയം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രൊഡക്റ്റാണ് വേണ്ടത്, നിങ്ങളത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് കിട്ടി. പിന്നെ ഞങ്ങളുടെ ടീം ലീഡർ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന ആളായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം ഫാസ്റ്റ്. അതായത് ഇപ്പോൾ ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കതുപോലെ 1-2 ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. പഠിക്കുന്ന സമയത്താണ് വന്നത്, എൻട്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതായത് അവിടുത്തെ ഞങ്ങളൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഡോക്ടർ ബുക്കിംഗ് വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വിദേശത്ത് പോകുമ്പോൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടി അതിനൊരു വെബ്സൈറ്റ് ചെയ്യാൻ, അതങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മീറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ അതുപോലെ വേറെ 1-2 ക്ലയൻറ്റുകളും വന്നിരിക്കുന്നുണ്ട്. അതും വർക്ക് കൺഫേമാണ്. അത് ഇൻ്റർനാഷണലാണ്, പുറത്തുനിന്നുള്ള. അതും ഞങ്ങൾ 3 പേരും കൂടി ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് കുറച്ച് വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ 3 പേരും കൂടി ചെയ്യാം, ആ രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മീറ്റിങ്ങുകളെല്ലാം ഓൺ ദ വേ ആണ്, കാര്യങ്ങളെല്ലാം സെറ്റാകും. അപ്പം പുതിയൊരാൾ പഠിച്ചിറങ്ങിയാലും നല്ല ക്ലാസ്സസും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാവും. റെഡിയാവും. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുക, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെ കോഡിങ്ങിൽ ഒരു കോഴ്സ് ചെയ്യുക, പിന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിക്കാണ് അത്യാവശ്യം നോളജ് പഠിച്ചെടുക്കുക. അതുപോലെ മേണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, പൈത്തൺ പഠിക്കുന്നുണ്ട്. സ്വന്തം ഒരു എൻട്രിയിൽ എനിക്ക് ആഴം കോഴ്സ് കിട്ടിയിട്ടുണ്ട് എൻട്രിയിൽ നിന്ന് തന്നെ. അപ്പോൾ എനിക്ക് അതിൻ്റെ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പല ടെക്നോളജി പഠിക്കുന്നു. ഇപ്പോൾ കമ്പനിയിൽ R&D കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഇവർക്ക് കൊടുക്കാൻ പുതിയ റിസർച്ച് ചെയ്തിട്ട് പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒരു ഡെമോ ചെയ്ത് അതിൻ്റെ കോഡ് ഇവർക്ക് കൊടുത്ത് അവർ വേണം അത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പുതിയ ഫീച്ചേഴ്സ് പഠിക്കാനും പുതിയ ടെക്നോളജി പഠിക്കാനും എനിക്ക് പെട്ടെന്ന് സാധ്യത കൂടുതലുണ്ട്. ഇവരെക്കാളും കുറച്ച് സാധ്യത ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു വക്കീലുണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ആ ഒരു ഫീൽഡിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, LLB ഫീൽഡിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം. ഇതിനെക്കുറിച്ച് അപ്പോൾ ഒരു കോഴ്സ് ചെയ്ത് പഠിച്ചത് അത്യാവശ്യം തറവായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതൊരു കമ്പനി എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് ഇതും ഒരു യൂസ്ഫുൾ ആണ്. അങ്ങനെയാണ് പറയാനുള്ളത്. വിജയ്ക്ക് എന്താ പറയണ്ടല്ലോ? കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ആർക്കുള്ള ഈ ഒരു പാത്തിലേക്ക് വരാം. മെയിൻലി ഇതിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീൽഡിൽ നിന്ന് നമുക്ക് കോഡിംഗ് ഫീൽഡിലേക്ക് വരാം. ഏത് ഫീൽഡിൽ നിന്നുള്ള നമുക്ക് വേറുള്ള ഫീൽഡിലേക്ക് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റത്തില്ല. അതിന് പറ്റിയ കോഴ്സ് പഠിക്കണം. പക്ഷേ ഏതൊരു ഫീൽഡിലെ ആൾക്കാർക്ക് നമുക്ക് കോഡിങ്ങിലേക്ക് വരാൻ പറ്റും, ആണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. സെയിമാണ്. പിന്നെ ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ പുതിയ പുതിയ ടെക്നോളജീസും പഠിക്കേണ്ടി വരും. ഇപ്പം ഞങ്ങളിവിടെ ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അല്ലായിരുന്നു പഠിച്ചത്. ഞങ്ങളുടെ കമ്പനി കയറിയപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ പഠിക്കാനായിട്ട് പറ്റി. പിന്നെ ഇപ്പം ഇവനാണ് ഫാസ്റ്റിലാണ് R&D ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ കോഡ് റിവ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത് വിജയാണ്. അതുപോലെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജിറയും പിന്നെ ടാസ്ക് അസൈൻ ചെയ്യുന്നത് എല്ലാ പരിപാടി ഞാനാണ്. അങ്ങനെ ഓരോ ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പിന്നെ ആ പർട്ടിക്കുലർ റോൾ പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് റോൾസ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഓരോക്ക്. ഇപ്പം 100 Days of Coding എന്ന് പറയുന്ന ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഫാസ്റ്റിൽ ഭയങ്കര കിടിലം പെർഫോമൻസ് ആയിരുന്നാണ് കേട്ടത്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താണ് ഒരു സംഭവം? എന്താണ് സംഭവം? നമ്മൾ എൻട്രിയിൽ നിന്ന് തന്നെ ഒരു മെൻറ്റർ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ കോഡിങ്ങിൻ്റെ ബേസിക്സ് തൊട്ടിട്ട് നമ്മളിപ്പോൾ ഫുൾ സ്റ്റാക്ക് ഞാൻ മേണാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ HTML CSS ആണ്. അപ്പോൾ അത് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ ഒരു ഫുൾ സ്റ്റാക്ക് പ്രൊജക്റ്റ് എത്തി ഒരു 100 days കൊണ്ട് തീർക്കാം എന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനൊരു ഒരു 10-20 പ്രൊജക്റ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഫുൾ സ്റ്റാക്കിൽ ഒരു 3 ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തയും ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് നമ്മളുടെ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു സ്കിൽസ് കുറച്ചും കൂടി നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അതിനായിട്ട് കുറച്ചും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി പല ടെക്നോളജികളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് പല കാര്യങ്ങളും പഠിക്കാം. പിന്നെ അത് ഒരു 45 days ആയപ്പോഴാണ് എനിക്ക് പ്ലേസ്മെൻറ്റും കിട്ടിയത്. 100 days 45 days ആയപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതിൽ തന്നെ 20 പ്രോജക്ട്സോളം ചെയ്തു. ചെയ്തു. അല്ല, ഞാൻ പിന്നീട് കംപ്ലീറ്റ് ചെയ്തു ഫുള്ള്. അതടക്കം 20. ടോട്ടൽ എത്ര പ്രോജക്റ്റ് ചെയ്തു? ടോട്ടൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇതറിയില്ല. ഓക്കെ. അപ്പം നമുക്ക് ഓരോ കോഴ്സിനനുസരിച്ച് മാറും, ചലഞ്ചസ് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ആയതുകൊണ്ട് ഫുൾ സ്റ്റാക്കിൻ്റെ ഇതിൽ പോയി അല്ലേ? ഫുൾ സ്റ്റാക്കിൻ്റെ രീതിയിൽ പോയി. എന്നെയും വിജയെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു. അറ്റൻഡ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ സ്റ്റാക്ക് അതുപോലെ 100 Days of Code ചെയ്തുകൊണ്ടാണ് ആ കമ്പനി നോട്ടീസ് ചെയ്തതും നമ്മൾ ആ കമ്പനിയിലേക്ക് കയറുന്നത്. കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട. ഇപ്പോൾ ബഗ് വന്നാലും നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കുറേ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാനായിട്ട്? അതൊരു #ഹാഷ് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് ലിങ്ക്ഡിനിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മൾ എൻട്രി എന്നല്ല അല്ല പുറത്തുള്ളവരും കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തതല്ലാതെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പല പ്രൊജക്റ്റും ചെയ്യാം. പിന്നെ ഇപ്പോൾ വിജയ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ആവും. പിന്നെ അത് നമ്മളൊരു ടെക്നോളജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടും നമ്മളെ കോഡിങ്ങിൻ്റെ സ്പീഡ് കൂടും. നമ്മൾ ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്താൽ പറ്റും ഈ ഫീൽഡിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ ഞാൻ മെക്കാനിക്കലാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കോഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. കംപ്ലീറ്റ്ലി IT-ലേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത്. ആദ്യമായിട്ട് കയറുന്നത്. ഞാൻ ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെക്കാനിക്കൽ ഫീൽഡിൽ. ആ സമയത്താണ് ഇതിലോട്ട് സ്വിച്ച് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഞാൻ അപ്പോഴേ പഠിക്കുന്നത് ജാവയും C++ ഒക്കെ പഠിക്കുമായിരുന്നു. പിന്നെ അവിടെ IT-ലേക്ക് തിരിയാൻ കാരണം ഞാൻ ഫസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു കോഴ്സ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് ചെയ്ത് ഞാൻ ഡിസൈൻ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ചെയ്യുക ഡിസൈൻസൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഈ സോഫ്റ്റ്വെയർ ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതെങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, ആ ഒരു ക്രേസ് വന്നിട്ടാണ് അവിടുന്ന് ജോബ് റിസൈൻ ചെയ്ത് പിന്നെ പഠിക്കണം വിചാരിച്ചു. പക്ഷേ ചില സാഹചര്യം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ആ രണ്ടാമത് വേറെ കമ്പനി കയറിയതിന് ശേഷം അവിടെ ഇതേപോലെ വേറെ സോഫ്റ്റ്വെയർ നമ്മൾ ERP SAP എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. അപ്പോഴും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും എന്നൊക്കെ തോന്നി. ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, എല്ലാ യൂസേഴ്സിൻ്റെ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്ത് പല രീതിക്ക് എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഞാൻ അവിടുന്ന് ഇതിൻ്റെ ബേസിക്സ് എനിക്കൊന്നും അറിയാം. മെക്കാനിക്കൽ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിയും ജാവയും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ അവിടുന്ന് കമ്പനിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. ഫ്രീ ടൈമിൽ സൺഡേ ഒക്കെ ഇരുന്ന് പഠിക്കും. പിന്നെ ഫ്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് 24 hours ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 24 hours ഡ്യൂട്ടി. അപ്പോൾ എനിക്ക് അധികം പറ്റുന്നില്ല. പിന്നെ അങ്ങനെ തോന്നിയപ്പോൾ എന്തായാലും ഒരു കോഴ്സ് ചെയ്യുക എന്നുള്ളത് നോക്കി ഞാൻ ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് എൻട്രിയിലോട്ട് കയറിയത്. പിന്നെ എൻട്രിയിൽ ഇപ്പം മെൻറ്റേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് വന്നു. എനിക്ക് തുടക്കം തൊട്ട് ഈ HTML ആണ് ബേസിക്സ് ആണെങ്കിലും അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞത്. പിന്നെ എൻ്റെ മെൻറ്ററാണെങ്കിലും രാത്രിക്കാണെങ്കിൽ രാത്രി ഏത് ടൈമിലും നമുക്ക്
കാര്യം ക്ലിയർ ചെയ്ത് തരും. സൂമിലെല്ലാം വീഡിയോ എടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്ന് എല്ലാം പെർഫെക്റ്റ് ആയി തരും. പിന്നെ നമുക്ക് വേറെ സ്ഥലത്ത് ഈ ഒരു എറർ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കറക്റ്റ് പെർഫെക്റ്റ് ആവും. ഇപ്പം നിങ്ങൾ 3 പേരും ഒരുമിച്ച് പഠിച്ച് ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ്ഡ് ആയി. അപ്പം വർക്ക് ഫ്രോം അല്ലേ ചെയ്യുന്നത്? അപ്പം അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ IT ആണ്, നമുക്ക് വർക്ക് ഫ്രോം കിട്ടും, ആ ഒരു ഇതിലേക്ക് പെട്ടെന്ന് എല്ലാവരും കയറി എല്ലാവരും മനസ്സിൽ വരിക അതായിരിക്കും, വീട്ടിൽ നിന്ന് വർക്ക് തന്നാൽ മതി, അങ്ങനെ ഒരു ചിന്തയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരില്ല, നമ്മളെ കാര്യങ്ങളും നടക്കാം, വർക്കും നടക്കും. ഏറ്റവും കൂടുതൽ അത് തന്നെയായിരിക്കും നല്ലത്. അത് തന്നെയായിരുന്നു ആഗ്രഹം? ഇത് തന്നെയായിരുന്നു ആഗ്രഹം. ആക്ച്വലി ഞാനൊരു എൻജിനീയറിംഗ് ഫീൽഡ് വന്നതാണ്. എന്താ പഠിച്ചത്? ആക്ച്വലി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് പഠിച്ചാണ്. ഒരു 4th ഇയർ വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആണൊരു ബോധം വന്നത്, ലൈക്ക് തിയറിറ്റിക്കൽ നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രം വെച്ചിട്ട് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവത്തില്ലെന്ന് ഒരു ബോധ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു ടെക്നിക്കലായിട്ട് പഠിക്കണമെന്ന്, സ്കില്ല് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം പിന്നെ ML ആഗ്രഹം ഉണ്ടായിരുന്നു, മെഷീൻ ലേണിങ്. ആക്ച്വലി 4th ഇയർ ഫൈനൽ ഇയർ ML ബേസ്ഡ് ആണ് ചെയ്തത്. അപ്പം ഒരു പുതിയൊരു ലാംഗ്വേജ് പുതിയൊരു ഫീൽഡിലോട്ട് ഡൊമൈനിൽ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് MERN സ്റ്റാക്ക് ചൂസ് ചെയ്തത്. അല്ല, എങ്ങനെ അതിലേക്ക് എത്താൻ കാര്യം എന്താ? ചുമ്മാ റാൻഡായിട്ട് അതായത് ഓരോരോ പുതിയ പുതിയ സ്കിൽസ് ആഡ് ചെയ്യുന്ന നല്ലതായിരിക്കുമല്ലോ, അത് കാരണം MERN സ്റ്റാക്ക് ചൂസ് ചെയ്തതാണ്. കോഴ്സ് എൻട്രി ആണ് ചൂസ് ചെയ്യേണ്ടത്? കോഴ്സ് ആക്ച്വലി ഞാൻ കുറേ സ്ഥലങ്ങളിൽ തിരക്കിയായിരുന്നു, പക്ഷേ അവിടുത്തെ അവർ പറയുന്നൊന്നും അധികം എനിക്ക് ഇമ്പ്രസ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഫീസാണേലും ഹയർ ലെവലായിട്ട് അവർ പറയുന്നത്. എൻട്രി ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്, കാര്യങ്ങളാണ്. പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈഫ് ലോങ് പ്ലേസ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടൊക്കെയാണ് എൻട്രി ചൂസ് ചെയ്തത്. ഇപ്പം ഈ ലാംഗ്വേജ് മാറിയല്ലോ, ML ആയിരുന്നു പറഞ്ഞിട്ട് ഫുൾ സ്റ്റാക്കിലേക്ക് മാറിയല്ലോ, നല്ലൊരു ചോയ്സ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി രണ്ടിനും വാല്യൂസ് ഉണ്ട്, രണ്ട് സെപ്പറേറ്റ് ആയിട്ട്. നമുക്ക് വെബ്സൈറ്റ് MERN സ്റ്റാക്ക് പഠിച്ചിട്ട് തന്നെ അതിൽ ML ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എന്തായാലും രണ്ടിലും ബെനിഫിറ്റ് ഉണ്ട്. എനിക്കപ്പം ടെക്നിക്കൽ ഇൻ്റർവ്യൂസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. ആക്ച്വലി ഞാൻ കുറേ ഇൻ്റർവ്യൂസൊക്കെ ജോബ് ഫെയർ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻട്രിക്കാർ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും, ലൈക്ക് ഇൻ്റർവ്യൂവിന് വരാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യമേ അവർ വരും. പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ എൻട്രിക്കാർ തന്നെ ഇങ്ങനെ മോക്കായിട്ട് കുറച്ച് ടെക്നിക്കൽ റൗണ്ട്സ് ഒക്കെ നടത്തിയിട്ട് ഫീഡ്ബാക്ക് വരും, ഏതൊക്കെ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ DSA പ്രാക്ടീസ് ചെയ്യണം, ലീഡ് കോഡിൽ എപ്പോഴും കോഡിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഗൈഡൻസ് കിട്ടും. ഇപ്പോൾ വിജയ്ക്ക് ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു? വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എക്സ്പെഷ്യലി സജിൻ സാറിൻ്റെ ട്രെയിനിങ് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഒരു മെൻറ്റർ എന്ന് നമുക്ക് തോന്നാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ ഔട്ട് ഓഫ് ദ ടോപ്പിക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വെബ്സൈറ്റ് റെഫർ ചെയ്യാനായിട്ട് തരുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരു കമ്പനി കയറുന്നതിലുള്ള ഡീറ്റെയിൽസും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. അതെ, BC ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ യൂട്യൂബ് നോക്കി കുറേ റെഫർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പഠിച്ചു. പക്ഷേ അത് മാത്രം ഒരു മെൻറ്റർ ഉണ്ടെങ്കിലല്ലേ കറക്റ്റായിട്ട് നമുക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻട്രി ചൂസ് ചെയ്തു. അങ്ങനെയാണ്. നല്ലൊരു ചോയ്സ് ആയിരുന്നു തോന്നിയോ? ഓക്കെ ആയിരുന്നു. മെൻറ്റർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എനിക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കോളിലൂടെയാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കുറേ അസസ്മെൻ്റ് ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതും ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഫാത്തിമ മാം ഹെൽപ്പ് ചെയ്തു. അതെ, ഹെൽപ്പ് ചെയ്തു. ഒരുപാട് സംസാരിച്ചാണ് റെഡിയായി വന്നത്. ഇപ്പോൾ ഓക്കെ ആയിട്ട് സംസാരിക്കാൻ. ഫാസിൽ പക്ക നോൺ IT ബാക്ക്ഗ്രൗണ്ട് എന്നല്ലേ വന്നത്? അതെ. എന്നിട്ട് അത്രയും ട്രെയിൻ ചെയ്ത് ഈ ഒരു 45 ഡേയ്സ് അല്ലേ പറഞ്ഞത്? 100 days 45 days. ഓക്കെ, 45 ഡേയ്സിനുള്ളിൽ കയറാനുള്ളൊരു സ്ട്രഗിൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫീലായിരുന്നു? ഞാൻ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നൈറ്റ് ഫുൾ ഒരു 2 o'clock വരെ ഇരുന്ന് വർക്ക് ചെയ്യും, പഠിക്കും കോഡിങ് പ്രൊജക്റ്റൊക്കെ. എനിക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒരു പുതിയൊരു കാര്യം കിട്ടി അതെങ്ങനെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നോക്കി അങ്ങനെ സ്റ്റഡി ചെയ്യുന്ന അങ്ങനെ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഏതാണെങ്കിലും കാര്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അറിയുന്നത് വരെ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോന്ന് അങ്ങനെ പഠിച്ച് എത്തിയതാണ്. അങ്ങനെ എത്തിയല്ലേ? ഇപ്പോൾ ഇപ്പോഴത്തെ വർക്കിൽ എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ് ആണോ? അതെ, സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ടും അത്യാവശ്യം സ്പീഡിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടെ ക്യാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. IT ഫീൽഡിലുള്ള ഒരാളെ പോലെ ആയി വരുന്നുണ്ട് അല്ലേ? അപ്പം എന്നൊക്കെ എങ്ങനെയുണ്ട്? ആർക്ക് വേണേലും കോഡിങ് പഠിക്കാം.
ഇപ്പോൾ നോൺ ഐ ടി ആയിട്ടുള്ള ഫീൽഡ്സിൽ നിന്ന് ആൾക്കാർ വന്നാലും അവർക്കും ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാം. അതും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഉണ്ടായാലേ ഒരു പഠിച്ച് ഇതാക്കാനായിട്ട് പറ്റത്തുള്ളൂ. വിജയ് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ, അപ്പം കോഡിങ് ഒരു കരിയർ ആക്കാനും അതിൽ കുറേ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തപ്പി പോകുന്നവരുണ്ടല്ലോ. അപ്പം അവരോട് വിജയുടെ ഒരു POV എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിന് സ്മാർട്ട് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറേ പ്രൊജക്റ്റ്, അത് ഞാൻ പറഞ്ഞതുപോലെ കുറേ പ്രൊജക്റ്റ് ആദ്യം ബിൽഡ് ചെയ്യണം. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറേ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മാക്സിമം കുറേ ഫീച്ചേഴ്സ്, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ ഫീച്ചേഴ്സാണ് എല്ലാവരും നോക്കുന്നത്. ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് അധികം ടഫായിട്ട് തോന്നും, കാരണം കുറേ നമ്മൾ റിസർച്ച് ചെയ്ത് എന്നിട്ട് വേണം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ മെയിനായി പറയാനുള്ളത് ഹാർഡ് വർക്ക്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാൻ, ഇപ്പോൾ ഒരു വെബ്സൈറ്റിലെ ഫേസ് റെക്കഗ്നീഷൻ, എന്തെങ്കിലും ഇപ്പോൾ ഇമോഷൻസ് നമുക്കിപ്പോൾ ഏത് മൂഡിലായിരിക്കുന്നതെന്ന് തന്നെ നമുക്കൊരു വെബ്സൈറ്റിന് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ ബേസിൽ നമ്മൾ ഇപ്പോൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമുക്ക് ഒരുപാട് റെഫറൻസ് കാണിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കൊമേഴ്സ് ഫ്ലിപ്കാർട്ട് പോലെ ആപ്ലിക്കേഷനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് അത് കുറേ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ചുമ്മാ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അപ്പം അല്ലേ, നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് തിയററ്റിക്കൽ നോളജ് മാത്രമേ അപ്പം ഇറങ്ങിയൊരു എപ്പോഴും ഫ്രഷർ പോലെ തന്നെയാണോ എന്തായാലും കാര്യം ഈ ഒരു ഫീൽഡിൽ? മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. വളരെയധികം ഇൻഫർമേഷൻ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളൊരു ടൈം കണ്ടെത്തി പഠിക്കുക എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതാണ് ശരി ടഫായിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും മടിയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ അത് മാറ്റി പഠിക്കുക എന്നുള്ളൊരു ഇഷ്യൂ ഇത് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന കാരണം നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് പറ്റുന്ന ടൈമിൽ വീഡിയോ എടുത്ത് വാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ സ്ലാക്കിലായിരുന്നു സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കണക്ഷൻ കിട്ടില്ല. പക്ഷേ സ്ലാക്ക് ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിളാണ് കോൺടാക്ട് ചെയ്യാനും റിപ്ലൈ ഡൗട്ട് ക്ലിയർ ചെയ്യാനും. ഭാവിയിൽ വേറെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും IT ഫീൽഡിൽ തന്നെ നമുക്ക് ഫുൾ സ്റ്റാക്ക് അല്ലാതെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടോ അതാണ് പ്ലാൻ, ആഗ്രഹമുണ്ട്, പ്ലാനുണ്ട്. ബട്ട് ശരി, ടീമായിട്ട് തന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ ആണ്. സ്റ്റാർട്ടപ്പ് വരുമോ? സ്റ്റാർട്ടപ്പ് ആഗ്രഹമുണ്ട്, പ്ലാനിങ്ങിലാണ്. എന്നൊക്കെ എന്താ അതിൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്? എന്നെയും IT ഫീൽഡ് തന്നെയല്ല, മീൻസ് IT പഠിച്ചതാണല്ലോ. IT പഠിച്ചാണ്, അതാണ് തന്നെ എൻജിനീയറിങ് പഠിച്ച് അങ്ങനെ വന്നാണ്. പിന്നെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അല്ല, ഇപ്പം എന്നെ പറഞ്ഞില്ലേ ഇറങ്ങി ഒരുപാട് റിസർച്ചൊക്കെ നടത്തി ഒരുപാട് ആലോചിച്ചിട്ട് അപ്പം പുതിയൊരാളെ സംബന്ധിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയിരിക്കുമല്ലോ, പഠിച്ചിറങ്ങുന്ന സമയത്ത്. പഠിച്ചത് IT ആയിരിക്കാം അല്ലെങ്കിൽ മെക്കാനിക്കലായിരിക്കാം, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ആൾറെഡി മനസ്സിലാക്കിയവരാണല്ലോ, മനസ്സിലാക്കി നേരത്തെ തന്നെ പ്ലേസ് ആയവരാ. നിങ്ങൾക്കാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ ഉള്ളത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ഡൊമെയിനാണ് വേണ്ടതെന്ന്, അതായത് ഇപ്പോൾ മേൺ സ്റ്റാക്ക് ആണെങ്കിൽ MongoDB, റിയാക്റ്റ്, അതുപോലെ കുറേ ഇപ്പം വെബ്സൈറ്റ് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഫീൽഡിൽ വരുവാണെങ്കിൽ കുറേ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഏത് ടെക് സ്റ്റാക്ക് ആൾക്ക് പ്രിഫറബിൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ChatGPT AI ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആൾക്ക് ഇംപ്രസ് തോന്നിയാൽ നമുക്ക് കോളേജിലെ ക്ലാസ്സിൽ നിന്ന് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ലല്ലോ, ജനറൽ ആയിട്ട് പറഞ്ഞു പോവല്ലേ? കോളേജിൽ നമുക്ക് ബേസിക്കലി DSA പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ MNCസിലൊക്കെ DSA മെയിനാണ്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട്, ഞങ്ങളുടെ കോളേജിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കൊറോണ ബാച്ചായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ലാബിലൊക്കെ പോയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാനായിട്ടൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം SQL ഒക്കെ അറിയാം, ജാവ അറിയാം, കോളേജിൽ നിന്ന് പഠിച്ച ജാവയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ജാവയുടെ ഹയർ ടേംസ് ഒന്നും അറിയത്തില്ല, കാരണം ജാവ വെച്ചിട്ടാണ് ഞങ്ങൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് DSA റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. DSAയുടെ കുറേ തിയറീസും പഠിക്കും, അതിൻ്റെ ലാബും കാണും, പ്രാക്ടിക്കലും കാണും. പക്ഷേ ആ പ്രാക്ടിക്കൽ ഞങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ BTech സ്റ്റുഡൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കോഡ് ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് അതങ്ങോട്ട് ടൈപ്പ് ചെയ്ത് ഇതാക്കുക, അല്ലെങ്കിൽ വല്ല ബിറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് അങ്ങനെ ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ വലിയ ഐഡിയ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലേ ആ സമയത്ത്? അങ്ങനെയാണല്ലോ, ഐഡിയ ഒന്നും നമുക്ക് ആദ്യം വരത്തില്ല. കുറേ തിയററ്റിക്കൽ നോളജ് ഉണ്ട്, അത് ഹെൽപ്ഫുള്ളാണ്.
ഇപ്പം നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഡെപ്ത് ആയിട്ടുള്ള കോൺസെപ്റ്റ് ലൈക്ക് ഇതെങ്ങനെ വർക്കാവും ബിഹൈൻഡ് ദ സീൻ കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ നോളജ് അറിയാം. പിന്നെ എങ്ങനെ പെട്ടെന്നൊരു പ്രോബ്ലം വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റീസൊക്കെ എൻജിനീയേഴ്സിനുണ്ട്. ലൈക്ക് ലോജിക് ബിൽഡിംഗ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. വിജയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കോളേജിൽ ലാബിലൊക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു? ലാബ് എന്നെ പറഞ്ഞ ബിറ്റൊക്കെ ആയിരുന്നു? ബിറ്റ് പെൻഡ്രൈവ് ബിറ്റ് എഴുതുന്ന പെൻഡ്രൈവ് യൂസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ പക്ഷേ മോസ്റ്റ് ഓഫ് ദ തിയറി ആയിരുന്നല്ലോ, തിയറി ബേസ് ആയിരുന്നു. ലാബ് ഉണ്ടായിരുന്നെങ്കിലും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്തൊരു ആൾ ടീച്ചറായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുപോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും തിയറി ബേസേ പഠിപ്പിക്കത്തുള്ളൂ. പക്ഷേ IT ഫീൽഡ് അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു ഒരിക്കലും തിയറി ബേസ് പഠിപ്പിക്കത്തില്ല, കംപ്ലീറ്റ് പ്രാക്ടിക്കലായിരിക്കും. അപ്പോൾ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു, സ്മിത മിസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. മിസ്സാണ് ഗൈഡൻസ് ഒക്കെ തന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ചുമ്മാ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ച് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ IT ഫീൽഡിൽ ചൂസ് ചെയ്യാനായിട്ട് പുതിയൊരാളാണെങ്കിൽ ആളിനോട് എന്തായിരിക്കും, എങ്ങനെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം, മീൻസ് ഏത് കോഴ്സ്? അല്ല, അതിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ ഡൊമെയിൻ നമ്മൾ ChatGPT ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അത് കണ്ടുപിടിച്ചാൽ അത് നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, നമുക്ക് എത്രത്തോളം അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും നമ്മൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. ഫാസിൽ ഫുൾ സ്റ്റാക്ക് അല്ലേ? ഞാൻ ഫുൾ സ്റ്റാക്ക് ചെയ്യാം. ഫാസിൽ എടുക്കാനുള്ള റീസൺ എന്താണ്? ഈ ഡിസൈനിങ് ഫീൽഡിലേക്ക് തന്നെ വരണം അങ്ങനെ എഴുതിയിട്ടാണ്? അല്ല, ഞാൻ നോക്കുമ്പോൾ ഡിസൈൻ മാത്രമല്ല, എനിക്ക് പറഞ്ഞാൽ ഈ ഡാറ്റാസ് കളക്ട് ചെയ്ത് ഡാറ്റാസ് നമ്മൾ ഫ്രണ്ട് ബാക്ക് എൻഡ് വഴി കിട്ടുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇൻട്രസ്റ്റ് ആയി തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സമയത്തും ആ ഡാറ്റ കിട്ടുമ്പോഴും ആ ഡാറ്റ പല രീതിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി വരുമ്പോൾ ഫുൾ സ്റ്റാക്കിൽ കുറച്ച് കൂടുതൽ ചെയ്യണം. അതിലിപ്പോൾ സ്വന്തമായിട്ട് കുറേ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ 3 പേരും ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ചെയ്യും, സൺഡേ സാറ്റർഡേ അപ്ലോഡ് ചെയ്യും. വീട്ടിലെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് നോൺ IT ബാക്ക്ഗ്രൗണ്ട് വരുന്നിട്ട്? അതായത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, എനിക്ക് അത്യാവശ്യം ഒരു സാലറി ഉണ്ട ജോബായിരുന്നു അത്. അല്ല, മെക്കാനിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അരൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടുകാരെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിരുന്നു. അപ്പോൾ ആ രീതിക്ക് എനിക്ക് പഠിക്കണം തോന്നി റിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് വീട്ടുകാരെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇത് കോഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ റിസൈൻ ചെയ്തതോ? അതെ, കോഡിങ് പഠിക്കണം, അത് കുറച്ചുകൂടി എന്താ പറയുക വാല്യൂ ഉണ്ട്, കുറച്ചുകൂടി സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂവ് ചെയ്യാമെന്നുള്ളൂ. പിന്നെ എനിക്ക് ആ ഈ സോഫ്റ്റ്വെയർസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള മെയിനായിട്ട് അതായിരുന്നു. അതെങ്ങനെ ചെയ്യണം, സ്വന്തമായിട്ട് എന്തൊരു സാധനം ചെയ്ത് നോക്കണം, ഇത് പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തോട്. മുമ്പ് ഇഷ്ടമായിരുന്നു അതോ ഈ വർക്കിലേക്ക് കയറിയ ശേഷമാണോ ഇതിനെ പറ്റി അറിയാനും? അല്ല, ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ സോഴ്സിന്, ഞാൻ മെക്കാനിക്കലായിരുന്നു, പക്ഷേ എനിക്കിത് എങ്ങനെ ഇതിൻ്റെ സോഴ്സ് കാര്യം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ജോലിക്ക് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മെക്കാനിക്കലി ഡിസൈൻ എഞ്ചിനീയറായിട്ട് കയറി. എവിടെ വർക്ക് ചെയ്തത്? ഞാൻ കോയമ്പത്തൂരായിരുന്നു വർക്ക് ചെയ്തത്. അതെ, കോയമ്പത്തൂർ. പഠിച്ചിറങ്ങി നേരെ കോയമ്പത്തൂർ? ഫസ്റ്റ് കോയമ്പത്തൂർ. പിന്നെ അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിയത്. പിന്നെ ഈ 2 സോഫ്റ്റ്വെയർ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ട് എനിക്കത് എങ്ങനെ ചെയ്യണം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഒരു ചെറിയ നോളജ് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് കയറി. പിന്നെ ഇപ്പോൾ ഒരു ബിഗിനർ എങ്ങനെ പഠിച്ചിറക്കാം, എങ്ങനെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ മെൻറ്റർ അശ്വിൻ സാറ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പിന്നെ ഒരു ടെക്നോളജി ചെയ്തിട്ട് ഫെയിലായാൽ അത് എവിടെയാണ് എൻ്റെ എറർ വന്നത്, ബഗ് വന്നത്, അതെല്ലാം പറഞ്ഞുതരും. പിന്നെ ഇതുപോലെ വേറെ ടെക്നോളജി ഉണ്ട്, അത് പറഞ്ഞുതരും, ഇത് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിരിക്കും, അങ്ങനെയെല്ലാം പറഞ്ഞുതരും. പിന്നെ ഇപ്പോൾ അത്യാവശ്യം സ്വന്തമായിട്ടൊരു ഫുൾ സ്റ്റാക്ക് ലെവലിൽ, ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ റെഡിയാണ് ഇപ്പോൾ. അപ്പം കോയമ്പത്തൂർ അത്യാവശ്യം നല്ലൊരു ജോബായിരുന്നല്ലേ പറഞ്ഞത് ആദ്യത്തെ? അപ്പോൾ അവിടെ നിന്ന് ഇത് കളഞ്ഞിട്ടല്ലേ പിന്നെ കോഡിങ്ങിലേക്ക് തിരിഞ്ഞത്? അപ്പോൾ ആ സമയത്ത് വീട്ടുകാർ എന്താ പറഞ്ഞത്, അഭിപ്രായമൊക്കെ? വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു മെയിൻലി. ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിലാണ്, ഫീസ് എല്ലാം അടച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് അവർക്ക് വിശ്വാസമുണ്ട്, ഞാൻ പഠിച്ചോളും, സെറ്റാവുന്ന അവർക്കറിയാം. പിന്നെ ഫീസിൻ്റെ കാര്യത്തിലും നമ്മൾക്ക് ക്ലാസ് മെയിൻലി ഈവനിങ് അല്ല വരിക, നൈറ്റ് 7 o'clock ആ ടൈമിലാണ്. അപ്പോൾ ഞാൻ ഡേ ടൈമിൽ വർക്കിന് പോകും. അപ്പോൾ അങ്ങനെ ഫീസ് കാര്യങ്ങൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യും. പിന്നെ ക്ലാസ്സിന് കയറും, പിന്നെ നൈറ്റ് ഇരുന്നിട്ട് ഞാൻ CCTVൻ്റെ വർക്കെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്യും. CCTV വയറിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാം. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ നൈറ്റ് ക്ലാസ്സും, പിന്നെ അത് ക്ലാസ്സിന് ശേഷം അസസ്മെൻ്റ് ഉണ്ടാവും, അസസ്മെൻറ്റും ചെയ്യും. അങ്ങനെയാണ് കുറച്ച് കാലം ഒരു 6-7 മാസത്തോളം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷമാണ് കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇൻ്റർവ്യൂസ്, മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 100 days ചെയ്തത്. അങ്ങനെ ഒരു 45 days ആയപ്പോഴത്തേക്കും പ്ലേസ്മെൻറ്റിങ് സെറ്റായി.
വാപ്പ ഭയങ്കര സപ്പോർട്ടാണല്ലേ? അതെ, അത് പറയുന്നത് കേട്ടോ, ഓഫീസ് പറയുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ്. അത്യാവശ്യം എന്താ പറയുക, എല്ലാം നല്ല കാര്യങ്ങൾ അറിയാം, ചെയ്തോളാൻ ഫുൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ. പിന്നെ ഈ പ്രായത്തിൽ ഇനി പഠിക്കാനും എല്ലാം ഈ ഒരു ഏജിലെ പറ്റുള്ളൂ. പിന്നെ കുറച്ച് രീതിക്ക് നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന എത്ര കാര്യങ്ങളും ചെയ്യുക, പഠിക്കാനുള്ളത് പഠിക്കുക, ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ സപ്പോർട്ടീവ് ആയിരുന്നു, വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് വേണ്ടി ഇരിക്കുന്നതിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ പ്രൊഫഷണലിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഹെൽത്ത് എന്ന് പറയുന്നത്. ശരീരം അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. അപ്പോൾ മെയിൻലി നമ്മൾ ബോഡി വർക്കൗട്ട് ചെയ്തില്ലേ പ്രശ്നം, വളരെ പ്രശ്നമാണ്. എനിക്ക് എങ്ങനെയുണ്ട്? എനിക്കും കോഡിങ് ഫീൽഡ് തന്നെ ആയിരുന്നു. ഞാൻ ബിടെക്ക് പെട്ടു. ഇനി പിന്നെ കോഡിങ് അല്ലാതെ പിന്നെ വേറെ ലോഡ് കയറിയിട്ട് ടൈം കളഞ്ഞ വീട്ടുകാർ സിനാഗോല 2023 ആക്ച്വലി ആ ടൈമിൽ പ്ലേസ്മെൻറ്റും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരു ക്ലാസ് പോലും സ്കിപ്പ് ചെയ്യാതെ നല്ല CGP എല്ലാം സെറ്റ് ചെയ്തിട്ട് ക്യാമ്പസ് സെലക്ഷൻ ഒന്നും വന്നില്ല, കോളേജുകാർ പറ്റിച്ച്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സാഡ്നെസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പം മമ്മി പറയായിരുന്നു, ആക്ച്വലി 12th കഴിഞ്ഞപ്പോഴേ എനിക്ക് 2 സജഷനാണ്. ഒന്നല്ലെങ്കിൽ നേഴ്സിങ്, വീട്ടുകാരിങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്തില്ല, ബിടെക്ക്. അപ്പോൾ വീട്ടുകാർ തന്നെ ചോദിച്ചാൽ ഏത് ഫീൽഡിലോട്ട് പോകണമെന്ന്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ നേഴ്സിങ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ നേഴ്സിങ്ങാണ് പോകുന്നത്, അപ്പം കൂട്ടിയിടല്ലോ, അപ്പോൾ നേഴ്സിങ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻറ്റിൻ്റെ കയ്യിൽ ഇങ്ങനെ ക്യാഷ് കൊടുക്കാൻ നേരത്ത് ലാസ്റ്റായിട്ട് വീട്ടുകാർ ഒന്നേരം ചോദിച്ചു, എനിക്ക് നേഴ്സിങ് തന്നെ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടുന്ന് ബാക്ക് ഓഫ് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ എൻട്രൻസ് എക്സാം ഒന്നും എഴുതാനായിട്ട് പറ്റിയില്ല, കാരണം ഞാൻ ആ ടൈമിൽ ചെന്നൈയിലായിരുന്നു, കേരളത്തിലായിരുന്നു. സോ അത് മിസ്സായിപ്പോയായിരുന്നു. സോ അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നത്. മാനേജ്മെൻറ്റായിട്ട് എല്ലാവരും മെഡിക്കൽ ഫീൽഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം കോഡിങ് ഫീൽഡ് ഇപ്പോൾ ഒക്കെ വന്ന കാരണം ഇച്ചിരി ഒട്ടും കോഡിങ് അറിയാൻ മേലാത്ത, ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്ക് പോലും ഇപ്പോൾ സുഖമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫാസിലിന് അതിൻ്റെ അഭിപ്രായം? എനിക്കത് യോജിപ്പ് തോന്നുന്നില്ല. കാരണം AIs വന്നാൽ നമുക്കത് കുറച്ചുകൂടി ഈസി ആക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കോഡിങ് നമുക്ക് ഈസി ആക്കാം. പക്ഷെ ഒരു കോഡിങ് അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളി ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു AI തന്നെ കോഡ് ഫുള്ളി കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും ബഗ് കാര്യങ്ങളുണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണം. നമുക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെ എവിടെ ഇഷ്യൂ എന്താ. ആ ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഇഷ്യൂ മനസ്സിലായാൽ മാത്രമേ നമ്മൾ ഈ ChatGPT ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം, അത് വെച്ച് സോൾവ് ചെയ്യാം. അത് ഇഷ്യൂ നമുക്ക് മനസ്സിലാവണം. വേറൊരു കോഡിങ് അറിയാത്ത ഒരാളാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് പോവുകയുള്ളൂ. കാരണം കറക്റ്റ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓരോ സ്ഥലത്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതുപോലെ ഇത് ഹോസ്റ്റ് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ കോഡിങ് ഈ ഒരു ഫീൽഡ് അറിയുന്നവർക്കേ പറ്റുള്ളൂ. ChatGPT പോലുള്ള ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ChatGPT ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കത് ടൈം കുറച്ച് കുറഞ്ഞു കിട്ടും. നമ്മൾ കോഡിങ്ങിൻ്റെ ടൈം കുറഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ യൂസ്ഫുൾ ആണ്. അല്ലാതെ ഈസി ആക്കി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് നല്ലതാണ് സത്യത്തിൽ, നല്ലതാണ് നമുക്ക് നല്ല. അല്ല ജോബ് പോവും എന്ന രീതിയൊന്നും ഇല്ല. അപ്പം എന്താ പരിപാടി? അതിൻ്റെ പേരല്ലോ, അതിൻ്റെ പേര്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം.